മാപ്പ് നോക്കി വന്ന മനുഷ്യൻ പെട്ടത് തന്നെ. ഇനിയിപ്പോ ആരോടൊന്ന് വഴി ചോദിക്കുക? ചുണ്ണാമ്പുണ്ട്. ചുണ്ണാമ്പോ? നീ ഏതാ പെണ്ണെ? പെണ്ണോ? ഞാൻ യക്ഷിയാ, യക്ഷി. പിന്നെ യക്ഷി. നിനക്കെന്റെ വെള്ളസാരി കണ്ടിട്ട് മനസ്സിലായില്ലേ? ഇതൊക്കെ ഔട്ട് ഓഫ് ഫാഷനാണ്. ഞങ്ങളുടെ നാട്ടിലൊക്കെ ഇപ്പൊ ഇത് ട്രെൻഡ്. ഇതൊന്നും ഒപ്പിക്കാൻ പറ്റ മിടിന്റെ ഒപ്പ് കൊടുത്തൂടെ? റിമീറ്റ് ഒന്നെ പോലും ഉണ്ടാവും. അതെ, വയറ്റിലേക്കുള്ള വഴി അറിയോ പെണ്ണെ? ഞാനിപ്പോ വയറ്റിലാക്കും. നീ തിന്നാൻ വന്നാണോ? അതെ. ഞാൻ എന്തെങ്കിലും തിന്നാൻ കിട്ടുമെന്ന് വരാൻ ഇറങ്ങിയത്. വയറ്റിലേക്കുള്ള വഴി ഞാൻ പറഞ്ഞു തരട്ടെ. ഇതേ വരുന്നു പുതിയൊരെണ്ണം. ഞാനേ അവനെ ഓടിച്ചോണ്ട് വന്നേ. ഇപ്പൊ നിന്റെ സ്വന്തം ആക്കിയോ? നീയോ? ഞാനവന്റെ ഗൂഗിൾ മാപ്പ് തെറ്റിച്ച് ഇവിടെ കൊണ്ടുവന്നേ. ഓഹോ, അപ്പൊ നീയല്ലേ എന്റെ ഗൂഗിൾ മാപ്പ് തെറ്റിച്ചത്? ഇവനെന്റേതാ. ഇവനല്ല. നിങ്ങൾക്ക് ഇപ്പൊ ഫുഡ് വേണം അല്ലേ? എന്നാ നമുക്ക് ഓൺലൈനായിട്ട് ഓർഡർ ചെയ്യാം. നിനക്ക് എന്താ വേണ്ടേ? ബർഗർ, പിസ്സ, ബിരിയാണി വേണം, ഐസ്ക്രീം വേണം. എന്നാ എനിക്ക് കുഴിമന്തി വേണം. എനിക്ക് ഷവർമ വേണം. എനിക്ക് ഷവായ വേണം. നിർത്ത്. നിനക്ക് എന്താ വേണ്ടേ? എനിക്ക് ബർഗർ മതി. നിനക്കോ? എനിക്ക് പിസ്സ മതി. നിനക്ക് എന്താ വേണ്ടേ? എനിക്ക് ബർഗർ മതി. എടാ നിക്കടെ, എന്നെ കൂടെ കൊണ്ടുപോകണം. അയ്യോ പിന്നെ ആരാ? ആണോ? എന്റെ ദൈവമേ, ജീവൻ വേണമെങ്കിൽ 3 അല്ലെങ്കിൽ 4 ഇറങ്ങി ഓടിക്കോ. ചോര മൊത്തം ഞാൻ ഊറ്റി കുടിക്കും. എന്റെ ദൈവമേ, ചോര ഊറ്റി കുടിച്ചു കഴിഞ്ഞാൽ പിന്നെ വീണ്ടും വരും തോന്നുന്നല്ലേ? ചോര ഇടയ്ക്ക് എങ്ങനെ ചോര കളയണം നല്ലതല്ലേ? അതെ, നമുക്ക് മാറ്റി. എന്റെ അടുത്ത് വരുവാണെങ്കിൽ ഞാൻ യക്ഷിയോട് ഇപ്പോഴേ പറയാണ്, ഇതുപോലെ ഇതിനു മുമ്പ് ഒരു 4 പ്രേതങ്ങൾ വന്നിട്ട് അവര് അവസാനം യക്ഷിയെ ഉപേക്ഷിച്ചു, ആ ജോലി ഉപേക്ഷിച്ചു. കാരണം ഞാൻ തിരിച്ച് അവരുടെ ചോര കുടിച്ചു. അവിടെ വരുന്നുണ്ടോ? അവരെ കടിച്ചു പെടലിക്കൊക്കെ. ധൈര്യം ഉണ്ടെങ്കിൽ വേണേ വരാം. ചോര കുടിക്കാൻ ധൈര്യം ഉണ്ടോ? റിമി ചേച്ചിയുടെ അടുത്തേക്ക് വന്ന യക്ഷികളൊക്കെ ഇതുപോലെ ഇങ്ങനെ പേടിപ്പിക്കാൻ വേണ്ടി ഇങ്ങനെ കയ്യൊന്നും വീശാണ്ട് ഇങ്ങനെ വന്ന ആൾക്കാരാ. തിരിച്ചു പോയത് ചിങ്ങമാസം ഇങ്ങനെയാണ് തിരിച്ചു പോയത്. കൊള്ളായിരുന്നല്ലോ. എന്താ പ്രേതം ചെല്ലുന്നുണ്ടോ? യക്ഷിക്ക് ഇങ്ങനെ ജീവിക്കാം. അവിടെ ഞാൻ യക്ഷിയല്ലേ? അതാ പറഞ്ഞ, യക്ഷിക്ക് പേടിയില്ലെങ്കിൽ ഒന്ന് അവിടെ വരെ ചെന്ന് തരാൻ. കടിക്ക് ചേച്ചി, 2 കൽപ്പിച്ച കടിക്ക്. എന്റെ ദൈവമേ, അടുത്ത് വന്നപ്പോഴേ പല്ലൊക്കെ കാണുന്നേ. ഇനി സത്യത്തിൽ യഥാർത്ഥത്തിലുള്ള ഈശ്വൽ കുട്ടി അവിടെ നിർത്തിയിട്ട് ഇവർക്ക് യഥാർത്ഥത്തിലുള്ള യക്ഷിയാണോ വന്നേക്കെങ്കിലോ? ഇപ്പം നോട്ടോ കണ്ടിട്ട് ഒരു വശപ്പശക്ക് ആണല്ലേ? ഭിന്നിച്ചേച്ചിയുടെ അടുത്ത് ഈ നോട്ടം പ്രശ്നമാണ്. ഇതൊക്കെ എങ്ങനെ പഠിച്ചു ഇങ്ങനെ ഇങ്ങനെ നോക്കാനേ? ഇനി പഴമൊക്കെ എടുത്ത് കൊടുക്കാൻ പോവാ. അയ്യേ, യക്ഷിയെ മടിയിൽ നിർത്തിയിട്ട് കൊഞ്ചിക്കുന്ന, കല്യാങ്കാട്ട് നീലിയെ മടിയിലെടുത്ത് ലാളിക്കുന്ന വടയക്ഷി. അല്ലേ? മടിയിലെടുത്ത് ലാളിക്കുന്നു വടയക്ഷി. എല്ലാം തകർന്നു പോയി. പിന്നെ ഇച്ചിരി സ്കോപ്പുള്ള യക്ഷിക്ക് എന്നില്ല. ഇപ്പൊ എന്താ മനസ്സ് ഞങ്ങൾക്ക് മനസ്സിലായി. യക്ഷിക്കുട്ടി കുമാരേട്ടാ, അതാണോ കുമാരേട്ടൻ? ലക്ഷ്മിക്കുട്ടി എന്നൊക്കെ വിളിക്കണ പോലെ പിന്നെ യക്ഷിക്കുട്ടി എന്ന് വിളിക്കണേ. യക്ഷിക്കുട്ടി ഏത് പാട്ടാ പറഞ്ഞേ? നീഴലായി ഒഴുകി വെറുതെ അല്ല യക്ഷിക്കുട്ടി ഇങ്ങനെ വന്നേക്കണേ. പിന്നെ അതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ പറഞ്ഞോ? മ്യൂസിക് ശ്യാം സാറ്, ലിറിക്സ് ബിച്ചു തിരുമല സാർ, പാടിയത് ജാനകിയമ്മ, സിനിമ കല്യാങ്കാട്ട് നീലി, വർഷം 1979. ഈ പറഞ്ഞ ആൾക്കാരുടെ ഒക്കെ രക്തം കുടിച്ചിട്ടാണ് വന്നത്. ആരെയും കണ്ടിട്ടില്ല, കണ്ടായിരുന്നു ഞാൻ ഊറ്റി കുടിച്ചേനെ. അവരൊക്കെ കാണാൻ പറ്റുന്ന കണ്ടീഷനിലാണ് ഇരിക്കുന്നത്. യക്ഷിയല്ലേ? അത് ഞാൻ പിന്നെ പൊക്കോളാം. അത് ഞാൻ പാടട്ടെ. എന്നാ ഇനി അധികം നമുക്ക് സംസാരിച്ച് യക്ഷി സമയം കളയണ്ട. പാട്ട് ഓൾ ദി ബെസ്റ്റ്. ഓൾ ദി ബെസ്റ്റ്. ഓക്കേ യക്ഷിക്കുട്ടി, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.
സൂപ്പർ സൂപ്പർ വെരി നൈസ്. ഈ പുള്ളി ഉണ്ടല്ലോ, ഈ പുള്ളി എനിക്ക് ഇനി ഒന്നുമേ പറയാനില്ല മോളെ. നല്ല രസമായിട്ട് പാടിയോ? ഇത്രയൊക്കെ ഇവിടെ ഈ പാട്ട് എടുത്തുകൊണ്ട് എന്തൊക്കെ ഇത്രയൊക്കെ നടന്നല്ലോ. അടിപൊളിയായിട്ടോ. തട്ടുമുകളിൽ നിന്നേ മച്ചിമുകളിൽ നിന്ന് പാത്രം വീഴുന്ന കണ്ടില്ലേ ഇത്? ആ അപ്പൊ ഇശൽ കുട്ടി നന്നായിട്ട് പാടി. അപ്പൊ ഈ പറഞ്ഞ കുറച്ച് ശ്രുതി പ്രശ്നം അത് വളരെ മൈന്യൂട്ടായിട്ടാണ് ഉണ്ടായത്. ബാക്കി എല്ലാം കൊണ്ടും ഇത് ഒരു എന്താ പറയാ ഒരു സംഭവമായി മാറി ഇന്നത്തെ പെർഫോമൻസ്. ഈ പ്രോപ്പർട്ടിയും അതിലുണ്ടായിരുന്ന യക്ഷികളും ടോപ്പ് ബാൻഡിന്റെ ഓർക്കസ്ട്രയും അങ്ങനെ എല്ലാം കൊണ്ടും സെറ്റും അതെ എല്ലാം കൊണ്ടും വളരെ മനോഹരമായി ഗംഭീരമായി. അതെ, ഇന്നത്തെ ആ ശ്രുതി പ്രശ്നം മാത്രമേ ഉള്ളൂ. അതിന്റെ ആ ഒരു അതനുസരിച്ചുള്ള മാർക്കാണ് 99 out of 100. ആടി ഒരു കള്ളിയം കാട്ട് നീലിപ്പൂക്കുട്ടി.